KSRTCക്ക് ഇനി 32 സീറ്റുകളുള്ള മിനി ബസ്സുകൾ കൂടി. LP 712 ടാറ്റ നോൺ AC മിനി ബസ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ട്രയൽ റൺ നടത്തി. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്നു മുതൽ ബസ് പത്തനാപുരം യൂണിറ്റിൽ നിന്നും കൂരമൈലം വഴി കൊട്ടാരക്കരയിലേക്ക് നിലവിലുള്ള ഓർഡിനറി ബസ്സിന് പകരം നൽകി സർവീസ് നടത്തും. KSRTCയുടെ ഡീസൽ ഇനത്തിലുള്ള പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിന് വലിയ ബസ്സുകൾ ഉപയോഗിച്ച് സർവീസ് നടത്താൻ സാധിക്കാത്തതുമായ ഇടുങ്ങിയ റോഡുകളിലെ സർവീസിനും ജനസാന്ദ്രത കുറഞ്ഞ മേഖലകളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുന്നതിനുമാണ് പുതിയ ബസ് എത്തുന്നത്. ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിനും നിലവിൽ സർവീസ് നടത്തുന്നവയിൽ തന്നെ ചെലവ് ചുരുക്കിയും 32 സീറ്റുകളുള്ള മിനി ബസ്സുകൾ ഉപയോഗിച്ച് സർവീസ് നടത്താനാണ് KSRTCയുടെ തീരുമാനം. പദ്ധതിയുടെ ഭാഗമായി പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ചാക്കയിൽ നിന്നും ശംഖുമുഖം വരെ ടാറ്റ മിനി ബസ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ട്രയൽ റൺ നടത്തി പരിശോധിച്ചു. പുതിയ ഈ ബസ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഡിനറി ബസ്സുകളെ മാറ്റുന്നതിന് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയുടെ ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ നഗരങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ഉൾപ്രദേശങ്ങളിലും മലയോര മേഖലയിലും പഴയ വണ്ടി മാറ്റിക്കൊണ്ട് പുതിയ ഓർഡിനറി ബസ്സുകൾ 30 സീറ്റാണ് ഈ വണ്ടിയുടെ കപ്പാസിറ്റി, നിന്ന് പോകാനും കഴിയും. എല്ലാ ഗ്രാമീണ മേഖലയിലെ ഒരു ഗവൺമെൻറ് ഒരു പോളിസി തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ധാരാളം പുതിയ റോഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പൊതുഗതാഗതം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഗ്രാമീണ മേഖലയിൽ പോകുമ്പോൾ വണ്ടികൾ ആളില്ലാതെ പോവുകയാണ്, ഡീസൽ വെറുതെ പോവുകയാണ്. അപ്പോൾ ഡീസൽ ലാഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പുതിയ വണ്ടിയിലേക്ക് മാറുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ട്രയലാണ് ഈ വണ്ടി. നാളെ മുതൽ കൊല്ലം ജില്ലയിലും 10 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയിലും മലയോര മേഖലയിൽ കയറി പോകുന്നുണ്ടോ, ഇടവഴിയുള്ള ചെറിയ ചെറിയ വഴികളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രയൽ വെച്ചിരിക്കുന്നത്. ട്രയൽ റൺ നടത്തുന്ന ടാറ്റ LP 712/45 സീരീസ് 120 HP 32 സീറ്റർ മിനി ബസിന് 8.63 മീറ്റർ നീളവും 2.3 മീറ്റർ വീതിയും 18 സെന്റിമീറ്റർ ഫ്ലോർ ഉയരവുമാണ് പരീക്ഷണത്തിനായി കമ്പനി ലഭ്യമാക്കിയ ബസിനുള്ളത്. ഈ ബസ് ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ പത്തനാപുരം യൂണിറ്റിൽ നിന്നും കുരാമൈലം വഴി കൊട്ടാരക്കരയിലേക്ക് നിലവിലുള്ള ഓർഡിനറി ബസിന് പകരം നൽകി സർവീസ് നടത്തും. തുടർന്ന് കാട്ടാക്കട, പാലോട് എന്നിവിടങ്ങളിലെ ഘാട്ട് സെക്ടറിലും തിരുവനന്തപുരം സിറ്റിയിലും പരീക്ഷണോട്ടം നടത്തി സർവീസിനെത്തും. ജനം, തിരുവനന്തപുരം.